ഇന്ന് ഞങ്ങൾ ശബരിമലയ്ക്കാണ് പോകുന്നത്. പലഞ്ചുഴിയിൽ നിന്ന് പോകുമ്പോൾ പത്തനംതിട്ട ടൗൺ പോകാതെ കുമ്പഴ മൈലപ്ര വഴി പോകുന്നതാണ് ഞങ്ങൾക്ക് എളുപ്പം. ഇത്തവണ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. മണ്ണാറക്കുളഞ്ഞിൽ നിന്ന് വടശ്ശേരിക്കര വഴി പെരുന്നാട് പാലവും കയറി ലാഹ വിളക്കുവഞ്ചി വഴിയാണ് പോകുന്നത്. മഞ്ഞുകൊണ്ട് മൂടിയ മലനിരകളുടെ ഭംഗി അതിമനോഹരമാണ്. എത്ര കണ്ടാലും പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ് ലാഹ. ഇതാണ് നമ്മുടെ ബാലകൃഷ്ണൻ ചേട്ടൻ്റെ ചായക്കട. ഒഴിവു സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ലാഹ അമ്മൻ കോവിലിന് സമീപത്തായാണ് ഈ ചായക്കടയുള്ളത്. ചായക്കൊപ്പമുള്ള ഇവിടുത്തെ ചൂട് ചെറുകടികൾക്ക് നല്ല ടേസ്റ്റാണ്. മാളികപ്പുറം സിനിമയിലെ ലൊക്കേഷനാണ് ആ കാണുന്നത്. ഇവിടെ മുതൽ ആണ് ശബരിമല പൂങ്കാവനം ആരംഭിക്കുന്നത്. ഇനി അങ്ങോട്ട് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുള്ള ഒരു യാത്രയാണ്. മഴ സമയം ആയതുകൊണ്ട് തന്നെ വരുന്ന വഴികളിലൊക്കെ കോടമഞ്ഞും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. ഇത് പ്ലാപ്പള്ളിയിലെ തലപ്പാറമല കോട്ടയാണ്. അങ്ങനെ നമ്മൾ പ്ലാപ്പള്ളിയിൽ നിന്നും ഇലവുങ്കൽ എത്തി. ഇവിടെ നിന്നും ഫോറസ്റ്റിൻ്റെ ഗേറ്റ് കടന്ന് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ. നിലയ്ക്കൽ ശിവക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ശബരിമല നട തുറക്കാറുണ്ട്. എല്ലാ മാസത്തിലെയും മലയാളം 1-ാം തീയതിക്ക് തലേ ദിവസം നട തുറന്ന് 5-ാം തീയതി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുന്നത്. ഈ കാണുന്നത് പമ്പ KSRTC ബസ് സ്റ്റേഷനാണ്. പത്തനംതിട്ടയിൽ നിന്നും പമ്പയിലേക്കുള്ള KSRTC ബസ് യാത്ര നല്ലൊരനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി. കനത്ത മഴയെ തുടർന്ന് പമ്പയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ സുരക്ഷ മുൻനിർത്തി ആരെയും നദിയിലേക്ക് ഇറക്കുന്നില്ല. 2018 പ്രളയത്തിന് ശേഷം പുതുക്കിപ്പണിഞ്ഞ നടപ്പന്തലാണിത്. അങ്ങനെ ഞങ്ങൾ പമ്പയിൽ നിന്നും പമ്പ ഗണപതി ക്ഷേത്രത്തിലും മറ്റു ഉപദേവാലയങ്ങളിലും തൊഴുത് മുന്നോട്ട് പോവുകയാണ്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. സ്വാമി അയ്യപ്പൻ റോഡ് മാർഗമാണ് ഞങ്ങൾ മരക്കോട്ടത്തെത്താറുള്ളത്. കൂടുതലും ഡോളിക്കാരെ ആശ്രയിക്കുന്നത് പ്രായമായവരും ശരീരഭാരം കൂടുതലായവരും അംഗവൈകല്യം ഉള്ളവരുമാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ നീലിമല വഴി കയറി നീലിമല വഴി തന്നെ ഇറങ്ങി വരികയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി സന്നിധാനത്തേക്ക് പോകുന്നതും തിരികെ ഇറങ്ങി വരുന്നതും സ്വാമി അയ്യപ്പൻ പാതയിലൂടെയാണ്. തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ക്ഷീണമൊന്നും തോന്നിയില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ മരക്കോട്ടത്തെത്തി. ഇനിയിപ്പോൾ നിരപ്പായ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. മുന്നോട്ടുള്ള യാത്ര അല്പം ചൂടുവെള്ളം കുടിച്ചിട്ടാകാം എന്ന് കരുതി. ഒട്ടും തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നേരെ നടപ്പന്തലിലൂടെ തന്നെ പോകാൻ സാധിക്കും. ഇരുമുടിക്കെട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വടക്ക് വശത്തുകൂടി വന്ന് ഫ്ലൈ ഓവർ വഴി സന്നിധാനത്തെത്തി ഭഗവാനെ കണ്ണിറയെ കണ്ട് തൊഴുവാൻ സാധിച്ചു. പിന്നീട് ഞങ്ങൾ മാളികപ്പുറത്തേക്കാണ് പോയത്. തൊഴുതിറങ്ങി നേരെ പോയത് അന്നദാന മണ്ഡപത്തിലേക്കാണ്. ഉപ്പുമാവും കറിയുമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അന്നദാനവും കഴിച്ച് തിരികെ സന്നിധാനത്തെത്തി. ഇനിയിപ്പോൾ ഹരിവരാസനത്തിനായുള്ള കാത്തിരിപ്പാണ്. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. സ്വാമി ശരണം.